ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ ഫയലുകൾക്കിടയിലൂടെ മാളവികയുടെ മുഖം ക്രിസ്റ്റി മാത്യുവിൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. അവളുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നിട്ടും അവൻ്റെ ലോകം അവളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയിരുന്നു. ഉള്ളിലൊരു കടലിരുമ്പുന്നുണ്ടെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. പക്ഷേ ഇനിയും വൈകിക്കൂടാ എന്ന് അവൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. ക്രിസ്റ്റി വരുന്നത് കണ്ടതും മാളവിക ഒന്നൊഴിഞ്ഞു മാറാൻ നോക്കി. മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒളിപ്പിക്കാൻ അവൾ ഫയലിലേക്ക് നോക്കി നിന്നു. പക്ഷെ തൊട്ടടുത്തെത്തിയ ക്രിസ്റ്റിയുടെ സ്വരം അവളെ തടഞ്ഞു നിർത്തി. മാളവിക, ആ വെളിയിലുണ്ടായിരുന്ന ആർദ്രത ഒരു നിമിഷം അവളെ പതറിച്ചു. ചുറ്റും നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി അവൾ പേടിയോടെ മുഖമുയർത്തി. കഴിഞ്ഞ ദിവസം നിന്നെ കണ്ടതു മുതൽ എൻ്റെ അപ്പക്കും അമ്മക്കും നിന്നെ വല്ലാതെ ബോധിച്ചു. നിന്നെക്കുറിച്ച് മാത്രമാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മാളവിക. നിനക്കെന്നോട് ഒരിഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ലേ? അയാളുടെ വാക്കുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. എന്നാൽ മാളവികയുടെ ഉള്ളിൽ അപ്പോൾ ആവലാതികളുടെ പെരുമഴയാണ് പെയ്തിറങ്ങിയത്. നിന്റെ മറുപടി എന്തു തന്നെയായാലും എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. നീ എന്നെ സമ്മതം മൂടിയാൽ മാത്രം മതി. അല്പനേരം നിശബ്ദയായി നിന്ന മാളവിക പെട്ടെന്ന് ഒരു തീരുമാനത്തിലെന്ന പോലെ മുഖമുയർത്തി. അവളുടെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണത നിറഞ്ഞു നിന്നു. സർ, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി തുടങ്ങി. എനിക്ക് വേണ്ടി സർ വെറുതെ കാത്തിരിക്കരുത്. കാരണം ഈ വിവാഹത്തിന് എനിക്ക് തീരെ സമ്മതമില്ല. അത് കേട്ടതും ക്രിസ്റ്റി ഒന്ന് ഞെട്ടി. പ്രതീക്ഷിക്കാത്തൊരു ആഘാതമായിരുന്നു ആ വാക്കുകൾ. അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവൾ തുടർന്നു. ഞങ്ങളിപ്പോൾ ആ വാടക വീട്ടിലാണ് താമസം. അവിടെ നിന്ന് മാറി 10 സെൻറ്റെങ്കിലും ഒരു കൊച്ചു വീട് പണിയണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. എൻ്റെ വലിയേച്ചിയുടെ കല്യാണമൊക്കെ ഒന്ന് ഭംഗിയായി നടക്കണം. ഇതെല്ലാം എൻ്റെ തലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നെ കണ്ണനെയും പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റൂ. ഒന്ന് ശ്വാസം വിട്ടുകൊണ്ട് അവൾ ക്രിസ്റ്റിയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. പിന്നെ സാറിനോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി സമയം കളയരുത് പ്ലീസ്. ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് സാറ് കാണണം. അത്രയും പറഞ്ഞു കൊണ്ട് അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അവൾ നടന്നു നീങ്ങി. തകർന്ന പ്രതീക്ഷകളുമായി ക്രിസ്റ്റി മാത്യു അവിടെ തന്നെ തറഞ്ഞു നിന്നു. പക്ഷെ ആ നിശ്ചലതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ദൂരേക്ക് മറയുന്ന മാളികയുടെ നീൽ രൂപത്തെ നോക്കി നിൽക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ചുണ്ടുകളിൽ ഒരു വക്രമായ ചിരി വിരിഞ്ഞു. ആ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് പ്രണയമായിരുന്നില്ല, ജയിക്കാനടക്കുള്ള ക്രൂരമായ വാശിയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ. നിനക്ക് സമ്മതമല്ല അല്ലേ? അവൻ പതുക്കെ പല്ലുറുമി മന്ത്രിച്ചു. തൻ്റെ ക്യാബിനിലേക്ക് വന്നിരുന്ന് ക്രിസ്റ്റി മേശപ്പുറത്ത് താളം പിടിച്ചു. അവൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ പിന്നിൽ പഞ്ഞവും പട്ടിണിയും ഉത്തരവാദിത്തങ്ങളും തണൽ പോലെ അവളെ പിന്തുടരുന്നുണ്ട്. ഇതിനെല്ലാം മാർഗം പണം. പണം കൊണ്ട് വീഴ്ത്താൻ പറ്റാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല മാളവിക. ക്രിസ്റ്റിയുടെ ഉള്ളിൽ ചതിയുടെ തന്ത്രങ്ങൾ പുകഞ്ഞു തുടങ്ങി. അവളുടെ ദാരിദ്ര്യമാണ് ഇനി എൻ്റെ ആയുധം. കടക്കണിയിലോ മറ്റോ ആ കുടുംബത്തെ ഒന്ന് കൊടുക്കണം. രക്ഷകനായി ഞാൻ തന്നെ അവളുടെ മുന്നിൽ അവതരിക്കും. അന്ന് നിനക്ക് എൻ്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. എൻ്റെ കാൽക്കൽ വന്ന് നീ നിൽക്കുന്നൊരു ദിവസം വരും. അന്ന് ഈ വാശിയൊക്കെ എവിടെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ ക്രിസ്റ്റി മാധവനെ തോൽക്കാൻ ശീലമില്ല മാളവിക. നീ കാത്തിരുന്നു. തിരക്കേറിയ നഗരമധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന RM ഗ്രൂപ്പ് എന്ന വൻകിട കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോൾ അഞ്ജലിയുടെ ഹൃദയം ചെണ്ടമേളം പോലെ തുടികൊട്ടുകയാണ്. ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെയും ഈ പടികൾക്ക് അപ്പുറമാണ്. ഒരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻ്റർവ്യൂ വെറും ഒരു ജോലി മാത്രമല്ല, അവളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമാണ്. തൻ്റെ കടവും ഇതിലൂടെ തീർക്കണം. ഓഫീസിൽ വലിയ ചില്ലുവാതിൽക്കൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അഞ്ജലി അറിയാതെ തൻ്റെ നെഞ്ചിലെ കണ്ണൻ്റെ വിഗ്രഹമാലയിൽ വിരലമർത്തി കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. എൻ്റെ കണ്ണ, കൈവിടരുത്. നീ വലിയൊരു പോസ്റ്റിലേക്കാണ് എന്നെ വിളിപ്പിച്ചതും. ഇത് കിട്ടിയാൽ എല്ലാ കഷ്ടപ്പാടിനും ഒരു അറുതിയാവും. നീ കൂടെ ഉണ്ടാവണേ. അവൾ മനസ്സിൽ മന്ത്രിച്ചു. മനസ്സിനെ ഒന്ന് ശാന്തമാക്കി അവൾ പടികൾ കയറി. ലിഫ്റ്റ് ഉണ്ടായിട്ടും എന്തോ ഒരു പടി കയറുമ്പോൾ തൻ്റെ ആത്മവിശ്വാസം കൂടുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ ചുവടിലും അവൾ തൻ്റെ അച്ഛനെയും അമ്മയും ഓർത്തുകൊണ്ടേയിരുന്നു.
റിസപ്ഷനിലെത്തിയപ്പോൾ അവിടെ അഞ്ജലിയെ പോലെ തന്നെ ഇൻ്റർവ്യൂവിനായി എത്തിയ വേറെയും 5-6 പേരുണ്ട്. എല്ലാവരും നല്ല വെടിപ്പായി ഡ്രസ്സ് ചെയ്ത് ഫയലുകളും കെട്ടിപ്പിടിച്ച് ഗൗരവത്തിലിരിക്കുന്നു. അവരുടെയൊക്കെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അഞ്ജലിക്ക് ഉള്ളിലൊന്ന് ഭയം തോന്നാതിരുന്നില്ല. തൊട്ടടുത്ത പെൺകുട്ടി മൊബൈലിൽ എന്തോ കാര്യമായി സെർച്ച് ചെയ്യുന്നു. വേറൊരാൾ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നു. അഞ്ജലി തൻ്റെ സിമ്പിളായ ചുരിദാറിൻ്റെ തട്ടൊന്ന് നേരെയാക്കി അവിടെ ഇരുന്നു. അല്പസമയത്തിനു ശേഷം ഉള്ളിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് ഉറക്കെ വിളിച്ചു. അഞ്ജലി, മിസ് അഞ്ജലി, RM ഗ്രൂപ്പ് മാനേജർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അഞ്ജലി ഒന്ന് ഞെട്ടി. പിന്നെ സാവധാനം എഴുന്നേറ്റു. കാലുകൾക്ക് ചെറിയൊരു വിറയൽ അനുഭവപ്പെട്ടു. എങ്കിലും ഉള്ളിലെ കണ്ണനെ ധ്യാനിച്ച് അവൾ ആ ക്യാബിൽ മുന്നിലെത്തി. വാതിൽ പതുക്കെ തട്ടി തുറന്നുകൊണ്ട് ചോദിച്ചു, സർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ, ഇരിക്കൂ. ഗൗരവമേറിയ സ്വരത്തിലുള്ള മറുപടി വന്നു. വാതിൽ പതുക്കെ തട്ടി അനുവാദം വാങ്ങി അവൾ അകത്തേക്ക് നടന്നു. അകത്തെ കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. വിശാലമായ ആ മുറിൽ കറുത്ത ലെതർ സോഫയിൽ ഒരാൾ ഇരിക്കുന്നു. അത് രാഘവൻ സാർ ആയിരുന്നില്ല. RM ഗ്രൂപ്പിൻ്റെ യങ് CEO ദേവകൃഷ്ണയായിരുന്നു അത്. ഗാംഭീര്യമുള്ള ലുക്കായിരുന്നു ദേവിൻ്റേത്. വെള്ള ഷർട്ടും അതിനു മുകളിൽ ഒരു കറുത്ത ബ്ലേസറും ധരിച്ച് അയാൾ ആ കസേരയിൽ ഇരിക്കുന്നത് കണ്ടാൽ ഏതൊരു പെൺകുട്ടിയും ഒന്ന് നോക്കിപ്പോക്കും. അയാളുടെ കണ്ണുകൾ അപ്പോഴും ആ ഫയലിൽ തന്നെയാണ്. അഞ്ജലി അകത്തേക്ക് കയറിയതും ദേവ് സാവധാനം തല ഉയർത്തി. പടിക്കൽ വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും അയാളുടെ നോട്ടം ഒന്ന് നിശ്ചലമായി. അവളുടെ നെറ്റിയിലെ ചന്ദനക്കുറിയും പേടികൊണ്ട് പിടയ്ക്കുന്ന കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും എല്ലാം കൂടി കണ്ടപ്പോൾ ദേവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തരിപ്പ് മിന്നി കടന്നുപോയി. ആദ്യ നോട്ടത്തിൽ തന്നെ താൻ ഇതുവരെ കണ്ട മോഡേൺ സുന്ദരിയേക്കാൾ എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ടെന്ന് ദേവിന് തോന്നി. ഇരിക്കൂ, ദേവ് ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ ആ ഗൗരവത്തിലും അയാളുടെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. അഞ്ജലി പതുക്കെ കസേരയിലായിരുന്നു. താങ്ക്സ് സർ. അവളുടെ സ്വരം അല്പം ഇടറി. അഞ്ജലി അല്ലേ? ദേവ് അവളുടെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി മറിച്ചു നോക്കി. വീടെവിടെയാ? തൃശ്ശൂരാണ് സർ. അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് എൻ്റേത്. ഇങ്ങനെയൊരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അവളുടെ സംസാരത്തിലും നാട്ടുനന്മയും സത്യസന്ധതയും ദേവിനെ വല്ലാതെ ആകർഷിച്ചു പോയി. അയാൾ തൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ശരിയാക്കി മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് അവളോടായി ചോദിക്കാൻ തുടങ്ങി. ദേവ് കൃഷ്ണ തൻ്റെ കയ്യിലുള്ള ടാബ്ലിൽ അഞ്ജലിയുടെ പ്രൊഫൈൽ ഒന്നുകൂടി നോക്കി. വെറുമൊരു സാധാരണ ഉദ്യോഗാർത്ഥിയായിട്ടല്ല അവൾ. പ്രമുഖ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി തിളങ്ങിയ മിടുക്കിയാണ്. RM ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ സീനിയർ സിസ്റ്റം ആർക്കിടെക്ട് എന്ന വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് അവൾ അപേക്ഷിച്ചിരിക്കുന്നതും. ദേവ് തൻ്റെ ഗ്ലാസ് ടേബിളിൽ വിരലമർത്തി പതുക്കെ അവളോട് ചോദിച്ചു. അഞ്ജലി, നിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇംപ്രസീവാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് വളരെ കോംപ്ലക്സ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സ്കാബിലിറ്റി എന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം ഞങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ സിസ്റ്റം ക്രാഷ് ആവാതെ നോക്കാൻ നിൻ്റെ കയ്യിൽ എന്താണ് പ്ലാൻ ഉള്ളത്? അഞ്ജലി ഒരു നിമിഷം കണ്ണടച്ച് തൻ്റെ ഇഷ്ടദൈവത്തെ ഓർത്തു. പിന്നെ ഒട്ടും പതറാതെ മറുപടി പറഞ്ഞു. സർ, ലോഡ് കൂടുമ്പോൾ സിസ്റ്റം തളരാതിരിക്കാൻ ലോഡ് ബാലൻസിനാണ് പ്രധാനം. പിന്നെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റിംഗ്, ഷെയർഡിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ പെർഫോമൻസ് കൂട്ടാം. നമ്മൾ ഉണ്ടാക്കുന്ന കോഡ് വെറും ഒരു പ്രോഗ്രാം മാത്രമല്ല, അതൊരു വീട് പണിയുന്നത് പോലെയാകണം. തറക്കല്ല് ഉറച്ചതാണെങ്കിൽ എത്ര നില വേണമെങ്കിലും നമുക്ക് മുകളിൽ പണിയാം. അവളുടെ മറുപടിയും കൃത്യതയും കണ്ട് ദേവ് ഒന്ന് പുരികമുയർത്തി. അടുത്ത ചോദ്യം അല്പം കൂടി കടുപ്പത്തിലായിരുന്നു. ശരി, ഒരു സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുമ്പോൾ അവസാന നിമിഷം വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് അല്ലെങ്കിൽ ബഗ് കണ്ടുപിടിച്ച് നീ എന്ത് ചെയ്യും? ടീം മുഴുവനും ടെൻഷനിലാകുന്ന ആ സമയത്ത് നീ എങ്ങനെയാവും അതിനെ റിയാക്ട് ചെയ്യുക? അഞ്ജലിയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അമ്മ പറയാറുണ്ട് സർ, പതറുന്നവൻ്റെ കയ്യിൽ നിന്ന് തുഴ നഷ്ടപ്പെടുമെന്ന്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ആദ്യം ആ ബഗ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഉടനെ തന്നെ ഒരു ഹോട്ട് ഫിക്സ് റിലീസ് ചെയ്ത് യൂണിവേഴ്സിനെ ബാധിക്കാതെ നോക്കണം. തോറ്റു കൊടുക്കാൻ എനിക്ക് അധികം സമയമില്ല സർ. പരിഹാരം കണ്ടെത്താനേ എനിക്ക് ശീലമുള്ളൂ. ദേവ് കസേരയിൽ ചാരിയിരുന്ന് അവളെ അടിമുടി ഒന്ന് നോക്കി. വെള്ള ഷർട്ടും ബ്ലാക്ക് ബ്ലേസറും ധരിച്ച ആ ഗാംഭീര്യമുള്ള രൂപത്തിൽ
മുന്നിലിരിക്കുമ്പോഴും അവൾ തൻ്റെ തൃശ്ശൂർ ഭാഷയുടെ തനിമ വിടാതെ എന്നാൽ പ്രൊഫഷണലായി സംസാരിച്ചു. ഗുഡ്. നിന്റെ ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല നിന്റെ ആറ്റിറ്റ്യൂഡും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പോസ്റ്റിലേക്ക് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെപ്പോലെ ഉറച്ച തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന ഒരാളെയാണ്.